നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചരിത്രപരമായ അസാധാരണ സംഭവങ്ങൾക്കാണ് അമ്മ സംഘടന വഴി തുറക്കുന്നത്. 505 അംഗങ്ങളുള്ള അമ്മ സംഘടനയിൽ 110 പേരോളം തിരഞ്ഞെടുപ്പിന് പത്രിക വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ അമ്മയിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ല. അവിടെയാണ് അമ്മയിൽ ഉണ്ടാകുന്ന വിഭാഗീയതയെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ ഇല്ല. മോഹൻലാൽ പറഞ്ഞു, ഞാനിനില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, പുതിയ ആളുകളെ കൊണ്ടുവന്നോളൂ. പക്ഷേ ഇങ്ങനെ ആരോപണങ്ങൾക്ക് മേൽ ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പിടിച്ച് വലിച്ചഴിക്കരുത്, ഞാനിവിടെ ഉണ്ടാവില്ല എന്നുള്ള കട്ടായം മോഹൻലാൽ പറഞ്ഞതോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തുടരില്ല എന്നുള്ള കാര്യം വ്യക്തമായി. കാരണം മോഹൻലാൽ ആണെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാകില്ല. മോഹൻലാലിനെ തന്നെ പ്രസിഡന്റായിട്ട് തന്നെ പല പേരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ അതിനൊന്നും കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉയരുന്ന പേരുകൾ നിലവിൽ 3 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പേര് ജഗദീഷാണ്. ജഗദീഷ് പ്രസിഡന്റായി തുടരുമോ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ജഗദീഷ് അമ്മ സംഘടനയിലെ പല താരങ്ങളിലെയും കണ്ട് സംസാരിക്കുന്നുണ്ട്, പിന്തുണ തേടുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ശ്വേതാ മേനോന് അമ്മ എന്ന സംഘടനയിൽ വലിയ ഹോൾഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ തള്ളിക്കളയരുത്. ശ്വേതയും ഇതുപോലെ പിന്തുണ തേടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് നിൽക്കുന്നത് രവീന്ദ്രനാണ്. രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ ഇപ്പോഴും അത് തുറന്നു പറയുന്നില്ല. രവീന്ദ്രൻ കാത്തിരുന്ന് കാണുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ 3 പേരുകളല്ലാതെ സർപ്രൈസ് എലമെൻറ്റുകളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വളരെ സസ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം കൂടെ നിൽക്കുകയാണ്. ഹൂ വിൽ ബി ദാറ്റ് കാൻഡിഡേറ്റ് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. അങ്ങനെ വലിയ പിന്തുണ അർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം അമ്മ സംഘടനയിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കുഞ്ചാക്കോ ബോബൻ പ്രസിഡന്റ് ആകണമെന്നാണ്. കാരണം കുഞ്ചാക്കോ ബോബൻ ഒരു യുവതാരമാണ്. യുവതാരം എന്നൊക്കെ നമുക്ക് വിളിക്കാമെങ്കിൽ പോലും അദ്ദേഹം ഒരു യുവാക്കളുടെ പട്ടികയിൽ വരുന്ന ഒരു താരം തന്നെയാണല്ലോ. ആ ഒരു യുവതാരത്തിന് പ്രസിഡന്റ് സ്ഥാനം നൽകുകയാണെങ്കിൽ കൃത്യമായി അൺബയാസ്ഡായി അമ്മയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സഹായകരമാകും എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഉയരുന്ന പേര് വിജയരാഘവൻ്റേതാണ്. കാരണം വിജയരാഘവനെ പോലൊരു സീനിയർ താരം പ്രസിഡന്റായി വരികയാണെങ്കിൽ അത് ഗുണം ചെയ്യും. കാരണം വിജയരാഘവന് മേലൊരു അലിഗേഷൻസും ഉണ്ടായിട്ടില്ല. വിജയരാഘവനെ പോലെ വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താരം പ്രസിഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് ഗുണം ചെയ്യും അമ്മയ്ക്ക് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനത്ത് വളരെ കട്ടയ്ക്ക് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാബുരാജിനെതിരെ ഒരു വിഭാഗം ആളുകൾ അമ്മ സംഘടനയിൽ തന്നെ വലിയ പ്രശ്നവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. അതായത് ബാബുരാജ് മത്സരിക്കാൻ പോലും പാടില്ല എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോപണ വിധേയരായ ആളുകൾ മത്സര രംഗത്തേക്ക് വരുന്നത് ഒഴിവാക്കണമെന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അവിടെയാണ് ജോയ് മാത്യു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ ജോയ് മാത്യു കൂടെ വരുമ്പോഴേക്കും അത് കുറച്ചുകൂടെ കട്ടിയായി. കാരണം ജോയ് മാത്യുവിൻ്റെ നിലപാടുകൾക്ക് വാഴ്ത്തുന്ന, ജോയ് മാത്യുവിൻ്റെ നിലപാടുകൾക്ക് കൈയടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അമ്മയിലുണ്ട്. അപ്പോൾ അതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആകാം. മാത്രമല്ല ഇതുപോലുള്ള സ്ഥാനങ്ങളിലല്ലാതെ ഇപ്പോൾ ട്രഷറർ, ജോയിൻറ്റ് സെക്രട്ടറി, അങ്ങനെ പല സ്ഥാനങ്ങളുണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അങ്ങനെ പല സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തവണയും മത്സരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അൻസിബ, ജയൻ ചേർത്തല തുടങ്ങിയ താരങ്ങളൊക്കെ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം കൂടെ നിലവിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പൊളിക്കുന്ന ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അത് അമ്മയുടെ പെൺമക്കളാണ്. സംഭവം മറ്റൊന്നുമല്ല, അമ്മയിൽ തന്നെ പെൺമക്കളെ, സ്ത്രീകളെ ചേർത്തുകൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ അവിടെ പുരുഷന് കിട്ടുന്ന വോട്ടുകളുടെ അടുത്ത് പോലും ഈ സ്ത്രീക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കൂട്ടായ്മ പോലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് അവർ തുടങ്ങിയിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ഈ വനിതാ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്ന് സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്ത് അവരെ തലപ്പത്തേക്ക്, മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഈ അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉയർത്തുന്നത്. അത് ചില്ലറ വെല്ലുവിളിയല്ല. കാരണം അങ്ങനെ ഒരു വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു കയറേണ്ടി വരും, കാലുവാറൽ സംഭവിച്ചില്ലെങ്കിൽ. അങ്ങനെയെങ്കിൽ വനിതാ പ്രാതിനിധ്യം കൂടുതലായിട്ട് വരാനുള്ളൊരു സാധ്യത അമ്മ സംഘടനയിലുണ്ട്. അതൊരു ചെറിയ കളിയല്ല. കാരണം ഇതുപോലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പഴികേട്ടിരുന്ന ഒരു ആരോപണം വനിതകളുടെ സാന്നിധ്യം
തലപ്പത്ത് കുറവാണ് എന്നുള്ളതാണ്. അത് ഒഴിവാക്കുക, അത് മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ത്രീ കൂട്ടായ്മ വരുന്നത്, ഈ വനിതാ കൂട്ടായ്മ വരുന്നത്. ഈ വനിതാ കൂട്ടായ്മ ഒരു വലിയ എക്സ് ഫാക്ടർ ആകുമോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും 15-ാം തീയതി, ഓഗസ്റ്റ് 15-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 31-ാം തീയതി, ഈ മാസം 31-ന് തന്നെ കൃത്യമായി പട്ടിക, ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്തിൽ മത്സരിക്കും എന്നുള്ളത് കൃത്യമായി പട്ടിക വരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റായി മാറാൻ പോകുന്നത് ഈ അമ്മയുടെ പെൺമക്കൾ തന്നെയാണ്, അത് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാലുവാരൽ, വിഭാഗീയത, പല പല കാര്യങ്ങൾ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, വോട്ട് തേടൽ, പല കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അതിനുള്ള മോക്ക് ട്രെയിനിങ് ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. പല താരങ്ങളെയും വിളിച്ചുകൊണ്ട് തനിക്ക് പിന്തുണ നൽകണമെന്ന് ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വാശിയേറി ചൂടായ ചർച്ചയായിട്ട് തന്നെ അമ്മാ സംഘടനയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് തലപ്പത്തേക്ക് വരിക, ആരൊക്കെയാണ് ഏതൊക്കെ തലത്തിൽ മത്സരിക്കുക, ഞാൻ ഈ പറഞ്ഞ പേരുകളൊന്നുമല്ലാണ്ട് തന്നെ ഒരു പുതിയ താരങ്ങൾ വരുന്നുണ്ടോ, ആരും പ്രതീക്ഷിക്കാത്ത താരങ്ങളുടെ പേര് വരുന്നുണ്ടോ? കാരണം 110 പേരാണ് മത്സരിക്കുന്നത്, 110 പേരാണ് പത്രിക വാങ്ങിച്ചിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ടതാണ്. 505 പേരിൽ 110 പേർ മത്സരിക്കുന്നു എന്നുള്ളത് അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അമ്മ സംഘടനയിലെ താരങ്ങൾ. എന്തായിരിക്കാം ഈ അഡ്ഹോക് കമ്മിറ്റികളിൽ നിന്ന് മാറി ഒരു ഭരണസമിതിയിലേക്ക് രൂപകൽപ്പന ചെയ്യുമ്പോഴേക്കും പുതിയതായി ആരാണ് വരാൻ പോകുന്നതെന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ.